അങ്ങനെ എപ്പോഴും പോലെ രാവിലെ നേരത്തെ എണീച്ച് കാർഡിയോ എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റെഡി ആയിട്ട് നേരത്തെ തന്നെ ഓഫീസിലോട്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഫ്രീ ടൈമിൽ ഞാൻ ഒരു ബാറ്റും ബോളൊക്കെ കണ്ടത്. ആക്ച്വലി വെറുതെ കണ്ടതല്ല, കണ്ടപ്പോൾ എടുത്ത് കളിക്കാനൊക്കെ തോന്നി. എനിക്ക് പിന്നെ ക്രിക്കറ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല, അതൊക്കെ തന്നെ അറിയുള്ളൂ. അങ്ങനെ ഉച്ചയായപ്പോൾ ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ട് വൈകുന്നേരം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ നമ്മൾ ഒറ്റക്കാണ്, നമ്മുടെ ഒപ്പമുള്ള ആൾ കാണാനില്ല. ഐ മീൻ വീട്ടിൽ പോയി. ആൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സാവുന്നുണ്ട്, ജിമ്മുക്കും വരുന്നുള്ള. ഒരു ദിവസം കൈ കിട്ടും, അന്ന് നന്നായിട്ടൊന്ന് കടഞ്ഞെടുക്കണം. അങ്ങനെ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയത് കടയിലെത്തിയപ്പോൾ ചെറുതായിട്ടൊന്ന് മൈൻഡ് മാറി, ബ്ലാക്ക് കോഫി ആക്കി. അപ്പോൾ പിന്നെ ബ്ലാക്ക് കോഫിയും സമാധാനത്തിലൊന്ന് കുടിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് റെസ്റ്റ് ഡേ ആണ്. എനിക്ക് റൂമിൽ ചെന്നിട്ട് മൂടിപ്പോതിച്ച് കിടന്നാൽ മതി. പക്ഷേ 2 ദിവസം ഞാൻ അവിടെ ഉണ്ടാവില്ല, നാട്ടിൽ പോകും. ആ 2 ദിവസം ഫ്രീ ആയിരിക്കും. അപ്പോൾ പിന്നെ ഇന്ന് വർക്കൗട്ടിന് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിപ്സ്. അതെനിക്ക് വലിയ പരിചയമില്ല, പഠിച്ച് തുടങ്ങുന്നുള്ളൂ. പതുക്കെ വെയിറ്റ് പുഷ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ചെയ്തത് ഡെഡ് ലിഫ്റ്റാണ്. അത് പിന്നെ ഒരു 120 കിലോയിൽ 2 സെറ്റ് 2 റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ആബ്സിന് കേബിൾ ക്രഞ്ചും ചെയ്തിട്ട് ഞാൻ എൻ്റെ വർക്കൗട്ട് അവസാനിപ്പിച്ചു. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് എൻ്റെ റെസ്റ്റ് ഡേയ്സിൽ. പക്ഷേ അത് അത്ര നല്ലതല്ല. റെസ്റ്റ് ഡേന് മാത്രം ഒതുക്കി വെക്കേണ്ട ദിവസമാണ്. നമുക്കത് ആലോചിക്കാം. ഇപ്പോൾ തൽക്കാലം അത് വിഷ് ലിസ്റ്റിൽ കിടക്കട്ടെ. പിന്നെ വന്നിട്ട് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് എടുക്കാനുള്ള ഫിഷ് ഓയിലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരത്തെ കിടക്കാൻ പോയി. നാളെ നാട്ടിൽ പോകേണ്ട ദിവസമാണ്. അവിടെ പോയിട്ട് പിന്നെ വർക്കൗട്ടും ഡയറ്റൊന്നും ഉണ്ടാവില്ല. അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ടാറ്റ ബൈ.